അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുള്ളത് 5, 9, 30 എന്നുള്ള സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസിൽ അടുത്ത ടേം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2012 ഈ സീക്വൻസിനകത്ത് പെടുമെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള നമ്പേഴ്സിൽ നിന്ന് സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പോൾ 9 - 5 4 ആണ്, 13 - 9 4 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. നെക്സ്റ്റ് ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 13 + 4. അപ്പോൾ നെക്സ്റ്റ് ടൈം കിട്ടി നമുക്ക് എത്രയാണ്? 13 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 17 കിട്ടി. ഇനി 2012 ഈ സീക്വൻസിനകത്ത് പെടുമോ നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ടേം, അതായത് 2012 മൈനസ് ഫസ്റ്റ് ടേം 5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 + 1. ഇത് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് കൗണ്ടിങ് നമ്പറാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക? ഇതിനകത്ത് പെടുന്നതെന്ന് പറയാം. കൗണ്ടിങ് നമ്പർ അല്ല വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? ഇതിനകത്ത് പെടില്ല എന്ന് പറയാം. അപ്പോൾ ചെയ്യുമ്പോൾ എന്താണ്? ഗിവൺ നമ്പർ 2012 ആണ്. അപ്പോൾ 2012 മൈനസ് 5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 4 + 1. 2012 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ കിട്ടിയ ആൻസർ എന്തല്ല? ഒരു കറക്റ്റായിട്ട് കൗണ്ടിങ് നമ്പറല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തൊരു നമ്പറിലേക്ക് എത്താൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക? നോട്ട് കൗണ്ടിങ് നമ്പറാണ്. അപ്പോൾ ഈ 2012 ഈ സീക്വൻസിൽ പെടില്ല.